ലൈവ് ഭവന പദ്ധതിയിലടക്കം ക്രമക്കേട് നടത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ വിഇഒ TU അമൽരാജിനെതിരെയാണ് നടപടി. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. ഈ ഒരു ഒറ്റ ഉദ്യോഗസ്ഥൻ മാത്രം നടത്തിയ ഒരു അഴിമതിയായിട്ടല്ല കോൺഗ്രസ് കമ്മിറ്റി ഇതിനെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് അഴിമതി നടത്തുന്നതിനുള്ള എല്ലാവിധ ലൈസൻസും നടത്തി കൊടുത്ത് എല്ലാ തരത്തിലുള്ള അഴിമതിക്കുള്ള ചുക്കാൻ പിടിക്കുന്ന സമീപനം സ്വീകരിച്ചതിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ ഭരണകക്ഷിക്കും ഭരണാധികാരികൾക്കും വളരെ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഈ അഴിമതിക്ക് അരങ്ങൊരുക്കിയ ചൂട്ടുപിടിച്ചു കൊടുത്ത പഞ്ചായത്തിലെ ഭരണകക്ഷിക്കും അതിൻ്റെ ഭരണാധികാരികൾക്കുമുള്ള പങ്ക് പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ ഉദ്യോഗസ്ഥൻ ഒരു വലിയ തട്ടിപ്പ് തന്നെ നടത്തിയതായാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്ന എറണാകുളം സ്വദേശി TU അമൽരാജിനെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാർ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. 2018-22 കാലയളവിലെ പദ്ധതി നിർവഹണത്തിലെ ക്രമക്കേട് പ്രകാരം പലിശയടക്കം ഇയാൾ 45,62,513 രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. നാഗലശ്ശേരിയിൽ നേരത്തെ ലൈഫ് പദ്ധതിയിൽ വീണനുവദിച്ച ഒരു ഗുണഭോക്താവ് 60,000 രൂപ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹം നൽകിയിട്ടുള്ള പരാതിയിന്മേലാണ് ഒരു അന്വേഷണം വരികയും ഈ ഉദ്യോഗസ്ഥൻ കുടുങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഗുണഭോക്താവിന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണാധികാരിക്ക് അദ്ദേഹം പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഒരു അന്വേഷണം ഉണ്ടാകുന്നതും എത്രത്തോളം വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്തത്. PMKSY പദ്ധതിയിലൂടെ നബാർഡ് വികസന പദ്ധതിയിൽ 2,60,240 രൂപ ഉപഭോക്തൃ വിഹിതത്തിൽ നിന്ന് വ്യാജ രസീതുകൾ ഉപയോഗിച്ച് ഈ ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിൽ വിവിധ തട്ടിപ്പുകളിലൂടെ എത്രയധികം പണം ഇദ്ദേഹം സ്വരൂപിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. ഈ ഉദ്യോഗസ്ഥന് ഒരൊറ്റ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണ ഇതിന് ലഭിച്ചിരിക്കാം എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. CPM ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ പങ്കടക്കം അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് അടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്തിരുന്ന പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനും പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടതിനും ഇയാൾ നടപടി നേരിട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തരം നടപടികൾ നേരിട്ടൊരു ഉദ്യോഗസ്ഥന് കൃത്യമായിട്ടുള്ള ഒത്താശ നൽകിക്കൊണ്ട് CPM ഭരണസമിതി വലിയൊരു തുക തന്നെ സർക്കാർ ഫണ്ടിൽ നിന്ന് ഖജനാവിൽ നിന്ന് അടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്.